കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരായ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നടപടി ജനാധിപത്യ പ്രതിഷേധങ്ങളോടുള്ള അസഹിഷ്ണുതയെന്നാണ് വിമർശനം. രാഷ്ട്രീയ പ്രതിഷേധ പ്രസ്ഥാനമായി ഇത് വളർന്നുവരുമോ എന്ന ആശങ്കയാണ് ബി.ജെ.പിക്കെന്നും എന്തിനാണ് ബി.ജെ.പി ഇങ്ങനെ പേടിക്കുന്നതെന്നും പിണറായി വിജയൻ FBയിൽ കുറിച്ചു. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശിലാസനൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി, ശശി തരൂർ, ഇപ്പോൾ പിണറായി വിജയൻ, തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കൾ, ബി.ജെ.പി ഒഴികെ മറ്റെല്ലാ പ്രതിപക്ഷ കക്ഷികളും കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന നടപടികളെ ഒരുമിച്ചു നിന്ന് വിമർശിക്കുകയാണോ? തീർച്ചയായിട്ടും CJPക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു വിമർശനം കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തെ യുവാക്കളുടെ പ്രതിഷേധത്തെ ഇത്തരത്തിൽ അടിച്ചമർത്തുന്നത് ശരിയല്ല എന്നും അതിൽ അസ്വസ്ഥരായ യുവാക്കളുടെ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നുമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇതിനെ ഒരു ക്ഷിപ്ര പ്രതികരണമായി കണക്കിലെടുക്കേണ്ടതില്ല. രാജ്യത്തെ തൊഴിലില്ലായ്മയുടെയും നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിലും അതൃപ്തരായിട്ടുള്ള ഒരു ജനത, ആ ജനതയ്ക്കുണ്ടായിട്ടുള്ള അഭിപ്രായ പ്രശ്നങ്ങളൊക്കെയാണ് അവർ ഇത്തരത്തിലേക്ക് ഒരു പാർട്ടി അല്ലെങ്കിൽ ഇത്തരത്തിലേക്കൊരു സംവിധാനത്തിലൂടെ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത്. അത് നാളെ ഒരു രാഷ്ട്രീയ പ്രതിഷേധമായി മാറുമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുമോ എന്ന ആശങ്ക ഉയരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ബി.ജെ.പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന് അവരെ അടിച്ചമർത്തുന്നതിനും അവർക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള ഒരു കാരണമായി മാറുന്നത്. ഇതിനെ ഇത്തരത്തിൽ ഉള്ള സമീപത്തെ കൃത്യമായി തന്നെ അപലപിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള ഇടപെടലുകൾക്കെതിരെ പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രതിഷേധം എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് CJP പോലുള്ള ഈ ഒരു സംവിധാനത്തിൽ അഭിപ്രായ പ്രകടനത്തെ പോലും ചെറുത്ത് തോൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും പിണറായി വിജയൻ പറയുന്നുണ്ട്. അതേമാതിരി സൂചിപ്പിക്കുന്നത് രാജ്യത്ത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും, എല്ലാ വ്യക്തികൾക്കും, എല്ലാ സംഘടനകൾക്കും ഉണ്ട്. അത് മറ്റൊരു തരത്തിലേക്ക് ഉണ്ടായി പോകുമ്പോൾ മാത്രമാണ് അതിനെ എതിർക്കേണ്ടത്. അല്ലാത്ത പക്ഷം അഭിപ്രായ പ്രകടനം നടത്താനുള്ള, സംഘടനാ പ്രവർത്തനം നടത്താനുള്ള സംഘടനാ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട് എന്നും അത് ഹരിക്കുന്ന തരത്തിലേക്കുള്ള പ്രവൃത്തികൾ ചോദ്യം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ച ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്.